സമി ഇന്ന് എന്താണ് പരിപാടി? ഇത് ഒരുങ്ങിയൊക്കെ വന്ന് അടുക്കളയിൽ നിൽക്കുന്നല്ലോ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള നാടൻ കിഴി ബിരിയാണിയാണ്. നമ്മൾ ഇതിന് മുമ്പ് ഒരു കിഴി ബിരിയാണി ഉണ്ടാക്കിയിട്ടില്ലേ? ആ ബിരിയാണിയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ബിരിയാണിയാണിത്. അപ്പൊ നിങ്ങൾ ഈ വീഡിയോ ലാസ്റ്റ് വരെ കാണണം കേട്ടോ. ഞാനത് അതിൻ്റെതായ മുറയ്ക്ക് എത്രയും പെട്ടെന്ന് ചുരുക്കി നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് സവാള വേണം. ഞാനിവിടെ കുറച്ച് വലിപ്പമുള്ള 3 സവാളയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇതുപോലെ 2 ഉണ്ട വെളുത്തുള്ളിയും ഒരു വലിയ പീസ് ഇഞ്ചിയും ഒരു 4-5 പച്ചമുളകും എടുക്കാം. ഞാനിവിടെ ഒരു 4 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. സമി, ഇത്രയും വലിയ സവാള ഇത്രയും വേണോ? സവാള എന്തിനു വേണ്ടിയാണ് ഇപ്പൊ? അല്ലെ, ഇതിപ്പോ ഒരെണ്ണം നമ്മൾ കറിക്ക് വേണ്ടിയിട്ട് എടുക്കും. പിന്നെ നമ്മൾ മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ 2 എണ്ണം മാറ്റി വെക്കും. അപ്പൊ ചെറുതാണെങ്കിൽ നിങ്ങൾ ഒരു 3 എണ്ണം എടുക്കണം കേട്ടോ. ഇത് കണ്ടോ, നല്ല വലിപ്പമുള്ള സവാളയാണ്. ഇത് എന്ത് ചെയ്യും? ചതയ്ക്കോ അതോ അരയ്ക്കോ? ഫ്രഷ് ആയിട്ടാണ്. ഇപ്പൊ നമ്മള് ഈ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഫ്രഷ് ആയിട്ട് ചതച്ചെടുക്കുന്നതാണ് നല്ലത്. അപ്പൊ ഇത് പൊളിച്ചിട്ട് നമ്മൾ ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമുക്ക് സവാളയും പിന്നെ കുറച്ച് കാഷ്നട്ടും കൂടി വറുത്ത് കോരാൻ വേണ്ടിയിട്ടാണ് വെച്ചിരിക്കുന്നത്. ചൂടായി അത് ചട്ടിയിലായി. അപ്പൊ നമുക്ക് ഈ ചട്ടിയിലേക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പാകത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഞാനിവിടെ കുറച്ച് കാഷ്നട്ട് എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ഇതിലേക്ക് കിസ്മിസ് ചേർക്കത്തില്ല കേട്ടോ. നല്ല ഗോൾഡൻ കളർ ആകുമ്പോഴേക്ക് നമുക്ക് കാഷ്നട്ട് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇപ്പൊ ഞാനിവിടെ 2 സവാള ഇതുപോലെ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ സവാള നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. 2 ബാച്ചായിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇതേ എണ്ണ തന്നെയാണ് ഉപയോഗിക്കുന്നത്. സമി, ഇത്ര എണ്ണ എന്തിനെടുത്തത്? ഇത് കൂടുതലല്ലേ? അല്ല, ഇതേ എണ്ണയാണ് നമ്മൾ ഇനി മസാല തയ്യാറാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അതിന്റെ ഗുണം എന്താണത്? അല്ല, ഇതേ എണ്ണ നമ്മൾ എടുക്കുമ്പോൾ ഇതിപ്പോ നമ്മൾ സവാളയും കാഷ്നട്ടും ഒക്കെ വറുത്തിരിക്കുന്ന എണ്ണയാണ്. അപ്പൊ അതിനൊരു പ്രത്യേക ഫ്ലേവർ ഉണ്ടാവും. അപ്പൊ ഇതേ കറിക്ക് തന്നെ നമ്മൾ ഇത് ഉപയോഗിക്കുമ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ ഇതൊരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. അപ്പൊ നമുക്കിനി ഇത് എണ്ണയിൽ നിന്ന് മാറ്റിയിട്ട് അടുത്ത ബാച്ചും കൂടെ ഇട്ട് കൊടുക്കാം. ഇട്ടിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് പരത്തി ഇട്ട് കൊടുക്കണേ. ഞാനപ്പോൾ ഈ സമയം കൊണ്ട് ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. ഇതിൻ്റെ തോലൊക്കെ മാറ്റി ഒന്ന് കഴുകിയെടുക്കാം. എൻ്റെ സാർക്ക് ഇതൊന്ന് എനിക്കൊന്ന് സ്ലൈസ് ചെയ്ത് തരുമോ? അപ്പം ഞാൻ ആ സമയം കൊണ്ട് ഇറച്ചിയൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് വരാം. ഞാൻ റെഡിയാണ്. അതാര് സ്ലൈസിങ് മാസ്റ്ററാണ് കേട്ടോ. അങ്ങനെയൊന്നുമല്ല. കുറേ പേര് ചോദിച്ചായിരുന്നു കേട്ടോ, നിസാർക്ക് ഇടത് കൈയാണോന്ന്. ഇടത് കൈയാണ് കേട്ടോ. പക്ഷെ ഞങ്ങളുടെ ഇവിടെ മക്കളാരും ഇടത് കൈയല്ല, എല്ലാവരും വലത് കൈയാണ്. സംസാരിക്കൂലേ അരിയുമ്പോൾ? എൻ്റെ കോൺസെൻട്രേഷൻ പോകും. ഞാനും ഇതുപോലെയൊക്കെ അരിയും കേട്ടോ. അങ്ങനെ സവാള എല്ലാം ഇവിടെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. സമി, ഞാൻ കുറച്ച് ഇതിന്ന് എടുക്കുവാണ്. നല്ല ക്രഞ്ചി ആയിട്ടിരിക്കും, നോക്കിയേ. അങ്ങനെ എടുക്കണ്ട, ഇത് നമുക്ക് ഇതിനുള്ളതാണ്. നല്ല കളറല്ലേ, ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മൾ കുറച്ച് കൂടുതൽ എണ്ണ എടുത്തിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പൊ നമ്മളിങ്ങനെ ലൂസായിട്ട് അല്ലേ, തമ്മിൽ ഒട്ടാതെ ഇരിക്കും അല്ലേ, നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. ഇടി മത്സരം തുടങ്ങാൻ പോകുന്നു തോന്നുന്നു. നമ്മൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നല്ല ട്രഡീഷണൽ രീതിയിൽ അതിൻ്റെതായ സമയമെടുത്ത് ഉണ്ടാക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ആദ്യം നമുക്ക് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതയ്ക്കാം. ചതച്ച ശേഷം നമുക്ക് പച്ചമുളകും കറിവേപ്പിലയും പിന്നെ ഒരു സാധനം കൂടി നമ്മൾ ഇതിലേക്ക് ചേർക്കും കേട്ടോ. ഞാൻ ചതച്ചപ്പം പൂതി ചതയ്ക്കാൻ. അത് മാത്രമല്ല, ഉള്ളിയൊക്കെ ചാടി ഓടുന്നു. ചാടുന്നത് എന്ത്, അത് ആദ്യം കുറച്ചിങ്ങനെ പിടിച്ചു വെച്ചിട്ട് ചതയ്ക്കണം. നമുക്ക് രണ്ടും കൂടെ ഒന്നിച്ച് ചെയ്യണോ അതോ ഞാൻ ഒറ്റയ്ക്ക് ചെയ്താൽ മതിയാ? ഒറ്റയ്ക്ക് ചെയ്താൽ മതി. പ്രേക്ഷകര് പറയട്ടെ. നിങ്ങൾ പറയും, നിസ്സാറിക്ക് ഒറ്റയ്ക്കൊരു കുക്കിംഗ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരണോ, ഞാനും കൂടി ചേർന്നിട്ട് ചെയ്ത് കാണിച്ചു തരണോ? പക്ഷെ ഞാൻ ഇതിന് മുമ്പ് ഞാൻ ഒറ്റയ്ക്ക് ചമ്മന്തിയൊക്കെ കാണിച്ചിട്ടുണ്ട്. പക്ഷെ ഇനി ഞാൻ ഉണ്ടാക്കാൻ പോണത് ഒരു വെറൈറ്റി ആയിരിക്കും. നോക്കിക്കോ, ഞെട്ടിക്കും. ആര്? എന്നെയാ? എപ്പോഴൊന്നും പറയില്ല അതാരാ. ചതച്ചാ മതിയേ, ഒരുപാട് അരയുണ്ട് കേട്ടോ.
അപ്പം നമ്മൾ ഇതൊന്ന് ചതച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പച്ചമുളകും ഈ കറിവേപ്പിലയും കൂടി ഇടാം. അങ്ങ് അരഞ്ഞു പോകണ്ട കേട്ടോ, അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കും ഒരു സ്പെഷ്യൽ സാധനം, പെരിഞ്ജീരകം. അതാണ് സീക്രട്ട്. ഇത് ഈ ഒരു ഐറ്റത്തിന് നമ്മൾ ഇത് ചേർക്കണം. അപ്പം ഞാൻ 1 ടീസ്പൂൺ പെരിഞ്ജീരകം എടുത്തിട്ടുണ്ട്, അതും കൂടി ഇട്ടിട്ട് ചതച്ചെടുക്കാം. നിങ്ങൾ ഇതൊക്കെ കണ്ടിട്ട് ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്ക് റിപ്ലൈ തരണം കേട്ടോ, എങ്ങനെ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു കൂടുതൽ ആൾക്കാർ ഇത് ജസ്റ്റ് ഒരു ഫണ്ണുമാരി കണ്ടുകൊണ്ട് പോകത്തേ ഉള്ളൂ അല്ലേ? ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. മുൻപൊക്കെ ആണെങ്കിൽ ആൾക്കാർ സെർച്ച് ചെയ്ത് കാണും ഓരോന്നും. പക്ഷെ ഇപ്പം എല്ലാവർക്കും അങ്ങനെ ഒരു താല്പര്യം ഇല്ലാത്തതുപോലെ, എൻ്റെതെന്നല്ല, മൊത്തത്തിൽ ഇവർക്ക് വീഡിയോസ് കാണാനാണ് ഇഷ്ടം. അപ്പം ഇത്രയും മതി. ഒന്ന് ചതച്ചിട്ടുണ്ട്, ഇതിനി നമുക്ക് മാറ്റി വെക്കാം. ഇതിപ്പോൾ നിങ്ങൾക്ക് കൂടുതലാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇത് കൂടുതലല്ല, നമ്മളിത് എടുക്കും. അപ്പം ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ്. ഇനി ഞാൻ ബീഫ് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് കാണിച്ചു തരാം. 1 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ എല്ലോട് കൂടിയുള്ള ബീഫാണ് കട്ട് ചെയ്ത് വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ട് കഴുകി ഡ്രെയിൻ ചെയ്തെടുത്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പം ഞാനിത് പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ ഈ ചതച്ച് വെച്ചിരിക്കുന്നതില്ലേ, അത് കുറച്ചെടുക്കണം. കുറച്ചെടുത്തിട്ട്, അതായത് ഏകദേശം ഇത്രയും 1.5 ടേബിൾ സ്പൂണ് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാനിവിടെ ഒരു സവാള ഇതുപോലെ സ്ലൈസ് ചെയ്തെടുത്തത് അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഞാൻ ഇതിനു മുൻപ് നിങ്ങൾക്ക് ബീഫ് ഫ്രൈയും ബീഫ് റോസ്റ്റും ഒക്കെ കാണിച്ചിട്ടില്ലേ, ആ ഒരു മെത്തേഡ് തന്നെയാണ്. പക്ഷെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഇതിൽ അധികം ചേർക്കും. പിന്നെ നമുക്ക് 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കണം. ഇതാകുമ്പോൾ നിറം ഉണ്ടാവും, പക്ഷെ അധികം എരിവുണ്ടാവില്ല, പിന്നെ കുറച്ച് കൊഴുപ്പുണ്ടാവും. 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, മുളക് പൊടിയുടെ നിന്നും കുറവ് മതി മല്ലിപ്പൊടി. 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല പൊടി, പിന്നെ പാകത്തിനുള്ള ഉപ്പ്. പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ടത് കറിവേപ്പിലയാണ്. ഓൾറെഡി നമ്മൾ ചതച്ച് ഇട്ടിട്ടുണ്ട്. അത് പോരാതെ നമ്മൾ കുറച്ച് കരിവേപ്പിലൂടെ ഇട്ട് കൊടുക്കണം. കറിവേപ്പില ഇല്ലാത്ത ഒരു പരിപാടിയും ഇല്ല. പിന്നെ നമുക്ക് വേണ്ടത് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണയാണ്, ശ്രദ്ധിച്ച് കേൾക്കണം. വെളിച്ചെണ്ണ ഒരു 1.5 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് കൈ കൊണ്ടങ്ങ് വിരവണം നല്ലതുപോലെ. ഒട്ടും വെള്ളം ചേർക്കരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ഒട്ടും ടേസ്റ്റ് ഉണ്ടാകത്തില്ല. ഇത് ഇങ്ങനെയുള്ള കറികളൊക്കെ ഉണ്ടാക്കുമ്പോഴൊക്കെ സ്പൂണും ഫോർക്കും ഒന്നും അല്ല അല്ലേ? സ്പൂണൊന്നും അല്ല, നമ്മുടെ നല്ല കൈ കൊണ്ട് തന്നെ ഇതുപോലെ കുഴച്ചെടുക്കണം. കൈ നല്ല വൃത്തിയാക്കി കഴുകിയിട്ടൊക്കെ ഒന്ന് കുഴച്ചെടുത്താൽ മതി. അപ്പം നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പം ഇത്രയും മതിയാവും. ഞാനിവിടെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ട് ഞാൻ കൈ നന്നായിട്ട് കഴുകിയിട്ട് വന്ന് കുക്കർ അടച്ച് നമുക്ക് വേവിക്കാം. വെള്ളമൊന്നും ചേർത്തില്ലല്ലോ? ഒട്ടും വെള്ളം ചേർക്കത്തില്ല. അത് അതിൽ നിന്ന് തന്നെ ഊറി വരും. ഞാൻ കാണിച്ചു തരാം ഇത് വെന്ത് കഴിയുമ്പോൾ എങ്ങനെയാണ്. അപ്പം ഞാൻ വെയിറ്റ് ഇട്ടിട്ടുണ്ട്. ഇത് നമുക്കിനി ഗ്യാസിലേക്ക് വെച്ച് കൊടുക്കാം. ഇതിനി നമ്മൾ ഒരു 4 വിസിൽ വരെ വേവിച്ചെടുക്കും. എൻ്റെ കുക്കറിൽ അങ്ങനെയാണ്, 4 വിസിലാവുമ്പോഴേക്കും അത് വെന്ത് കിട്ടും. ഞാനിവിടെ 1 കിലോ കപ്പ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം അത് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. കുറച്ച് വലിയ പീസായിട്ട് ഇങ്ങനെ മുറിച്ചിടണേന്ന്, റഫായിട്ട്. ഉച്ചക്കത്തേക്കാ സമയം അതൊക്കെ ഉണ്ട്. അപ്പം ഞാനിവിടെ കപ്പ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഒന്നും കൂടി ഇതൊന്ന് കഴുകി എടുത്തിട്ട് വരും കേട്ടോ. അപ്പം ഞാൻ കപ്പ ഇവിടെ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്, ഡ്രെയിൻ ചെയ്യാൻ വെച്ചിരിക്കുകയാണ്. ഞാനിവിടെ കുറച്ചധികം വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിരിക്കുകയാണ്. ഇതൊന്ന് തിള വന്ന ശേഷം മാത്രമേ ഞാൻ ഇതിലേക്ക് കപ്പ ഇടത്തുള്ളൂ. ഇത് 4 വിസിൽ കേട്ടപ്പോഴേക്ക് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് ഇനിയിപ്പോൾ ഇതിൻ്റെ സ്റ്റീം പോകാനായിട്ട് ഞാൻ വച്ചിരിക്കുകയാണ്. ഇത് ഞാൻ മാറ്റിയിട്ട് ഈ തിളയ്ക്കുന്ന വെള്ളം ഞാൻ ഈ അടുപ്പിലേക്ക് വെക്കുകയാണേ. എനിക്ക് കുക്ക് ചെയ്യാൻ സൗകര്യം എപ്പോഴും ഈ ഒരു അടുപ്പാണ്. അപ്പം ഇതിൽ കണ്ടോ വെള്ളം തിള വന്നിട്ടുണ്ട്. അപ്പം ഇതിലേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഒരുപാട് ഉപ്പ് ഇപ്പം ഇടണ്ട, കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം.
ഇതൊന്ന് ഇളക്കിയ ശേഷം നമുക്ക് ഈ കപ്പ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഇപ്പം ഈ കപ്പ നമ്മൾ ഇതിൽ ഈ തിളച്ച വെള്ളത്തിൽ ഒരു 5 മിനിറ്റേ ഇടത്തുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് വെള്ളം ഡ്രെയിൻ ചെയ്തെടുക്കും. അങ്ങനെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിലും പറയുന്നുണ്ട്, കപ്പയിൽ ഒരുതരം പോയിസൺ ഉണ്ട്, കട്ടെന്നാണ് പറയുന്നത്. അപ്പം അത് നമ്മൾ ഈ ഡയറക്റ്റ് വെള്ളത്തിലിട്ട് എടുക്കുകയാണെങ്കിൽ കേടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു 5 മിനിറ്റ് ഇതിൽ കിടന്ന ശേഷം ഞാനിത് ഡ്രെയിൻ ചെയ്തിട്ട് വീണ്ടും വെള്ളം എടുത്ത് തിളയ്ക്കുമ്പോഴേക്ക് ഈ കപ്പ രണ്ടാമത്തെ വെള്ളത്തിലാണ് ഞാനിത് വേവിച്ചെടുക്കുന്നത്. ഇപ്പോൾ ഇത് 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് ഞാൻ ഇനി ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഡ്രെയിൻ ചെയ്യാൻ പോവാണ്. അപ്പം നമ്മളിനി ഇത് ഡ്രെയിൻ ചെയ്ത ശേഷം ഈ പാത്രം കഴുകിയിട്ട് പുതിയ വെള്ളം അടുപ്പത്ത് വെച്ച് തിളപ്പിക്കും. ആ വെള്ളത്തിലാണ് നമ്മൾ ശരിക്കും ഈ കപ്പ വേവിച്ചെടുക്കുന്നത്. രണ്ടാമത് വെച്ച വെള്ളം ഇവിടെ തിളച്ചിട്ടുണ്ട്. അപ്പം ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ നിങ്ങൾ ആരും പ്രഷർ കുക്കറിൽ ഒറ്റ വെള്ളത്തിൽ വേവിച്ചെടുക്കാൻ ശ്രമിക്കരുത് കേട്ടോ, അത് ശരിക്കും കേടാണ്. ഞാൻ കുറച്ചധികം കറിവേപ്പിലയിലേക്ക് ഇട്ട് കൊടുക്കാണ്. എവിടെയും കരിവേപ്പിലയാണ് സമീ. പിന്നെ 3 പച്ചമുളക് ഞെട്ടോട് കൂടി തന്നെ സ്ലിറ്റ് ചെയ്യുന്നൊന്നുമില്ല, ഞാൻ ഇങ്ങനെ തന്നെ ഇട്ട് കൊടുക്കാണ്. പിന്നെ ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നു. പിന്നെ നമ്മൾ ഈ ചതച്ച് വെച്ചിരിക്കുന്നില്ലേ, ഇതിൽ നിന്ന് കുറച്ച് കേട്ടോ, ഇത്രയും മതി, 1 ടീസ്പൂൺ മതി. ഈ ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നു. അതിന് സമയം എല്ലാം ഇതൊക്കെ ഇടുന്നത്, മസാലയൊക്കെ ഇടുന്നത് അല്ല, നമ്മൾ പെരിഞ്ചീരമൊക്കെ ചേർത്തിട്ട് ചതച്ചെടുത്തല്ലേ, അപ്പം നല്ലൊരു ഫ്ലേവർ കിട്ടും. അപ്പം ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം നമുക്ക് ഈ കപ്പ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് വെന്ത് കഴിയുമ്പോൾ നമ്മൾ ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഈ സമയം കൊണ്ട് ബീഫ് അതിൻ്റെ സ്റ്റീമൊക്കെ പോയിരിക്കുകയാണ്, അതെന്തായെന്ന് നോക്കാം. സ്റ്റീം പോയിട്ട് മാത്രമേ തുറക്കാവൂ കേട്ടോ. അടിപൊളി, നല്ല മണം വരുന്നുണ്ട്. മണമൊക്കെ വരുന്നുണ്ട്, പക്ഷെ എന്റെ ക്യാമറ പുക വന്നിട്ടല്ലേ കണ്ടോ. നമ്മൾ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ലായിരുന്നു, അതിൽ നിന്ന് തന്നെ ഊറി വന്ന ചാറാണ്. അപ്പൊ ഇതിപ്പോ കുറച്ച് ചാറല്ലേ ഉള്ളൂ, അപ്പൊ നമ്മളൊന്നും ചെയ്യണ്ട. ഇത് ഞാൻ മാറ്റി വെക്കാണ്. ഇനി കപ്പ വെന്ത ശേഷമേ നമ്മളിത് റെഡിയാക്കത്തുള്ളൂ. അപ്പൊ ഈ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കൊക്കെ വേണ്ട മസാല തയ്യാറാക്കാം. കപ്പ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു മണം വരെയാണ് കേട്ടോ. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ഊറ്റിയെടുക്കാം. മസാല കപ്പ കളറല്ലേ സമീ? മഞ്ഞളൊക്കെ ഇട്ടത് കൊണ്ട് കപ്പ ഉണ്ട്, അതേ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ടേസ്റ്റും അതുപോലെ ആയിരിക്കുമല്ലോ. വാവ്, നല്ല ചൂട്. അപ്പോൾ നമുക്ക് ബിരിയാണിയുടെ തയ്യാറെടുപ്പിലേക്ക് പോവാം. ഇപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ മസാല തയ്യാറാക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ സൗകര്യത്തിന് വേണ്ടിയിട്ട് വലിയൊരു ഉരുളിയാണ് അടുപ്പത്ത് വെച്ചിരിക്കുന്നത്. ഇതിലേക്ക് നമ്മൾ ഈ ഫ്രൈ ചെയ്തെടുത്ത് വെച്ച ഓയിലില്ലേ, അതിൽ നിന്ന് ഒരു 4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇത്രയും മതിയാകും. എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. ഞാനിവിടെ 1/4 ടീസ്പൂൺ പെരിഞ്ചീരകം ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി നമ്മൾ ഈ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇല്ലേ, അത് ഇതിലേക്ക് ഫുള്ളാക്കി ഇട്ടിട്ട് ഇളക്കി കൊടുക്കാം. ശരിക്കും ഈ വെളിച്ചെണ്ണയിൽ കിടന്ന് ഇതിൻ്റെ ആ ഒരു മണമുണ്ടല്ലോ, അടിപൊളിയാണ്. ക്യാമറയിൽ വരെ തെറിക്കുന്നുണ്ട്. അപ്പം ഇത് ജസ്റ്റ് ഒന്ന് മൂക്കുമ്പോഴേക്ക് ഞാനിവിടെ 2 സവാള സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മളുടെ സ്വന്തം കറിവേപ്പില ഒരു 2-3 തണ്ട് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കണം. ഇതിവിടെ വഴണ്ടി വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിലേക്ക് കുറച്ച് പൊടികൾ കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഈ മസാലയ്ക്ക് മാത്രമുള്ള പൊടിയാണ് ഞാനിപ്പോൾ ഇടുന്നത് കേട്ടോ. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി. ഇതിലേക്ക് നമ്മൾ മല്ലിപ്പൊടി ചേർക്കത്തില്ല. ഇതെല്ലാം കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കും. ഇപ്പോൾ പൊടികളുടെ ഈ പച്ച മണമൊക്കെ മാറിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫിൽ ചാറോടുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും. അപ്പം നമുക്കിതെല്ലാം കൂട്ടിയിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അതാ നമ്മൾ ഈ എല്ലുള്ള ബീഫ് എടുക്കുന്നത്. സൂപ്പറാണ് കേട്ടോ. ഇതാണ് നമ്മളുടെ ഈ മസാലയുടെ ഒരു പരുവെന്ന് പറയുന്നത്. കണ്ടോ, ഒട്ടും നമ്മൾ വെള്ളം ചേർത്തിട്ടില്ല, അതുകൊണ്ട് തന്നെ ഇതിലെ സത്ത് ഇതിൽ തന്നെ ഉണ്ട്. അപ്പോൾ വേവിച്ച കപ്പ ഞാൻ ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കണം. ഇനി ഇതെല്ലാം ചേർത്തിട്ട് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. കൊതി വരുന്നവരൊക്കെ ഒന്ന് കമന്റ് ചെയ്തേക്കണം കേട്ടോ. ഞാൻ വിചാരിച്ചത് ദം ചെയ്യുന്നു.
നമ്മൾ ബിരിയാണി ചെയ്യുന്നല്ലേ ദം അല്ല. അപ്പം നമ്മളുടെ പരുവത്തിനെല്ലാം ആയിട്ടുണ്ട്. നമുക്കിനി ഇത് കിഴി ഉണ്ടാക്കണ്ടേ. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാൻ പോവാണ് കേട്ടോ. അപ്പം നമുക്ക് വാഴയില എടുത്തിട്ട് ഒന്ന് വാട്ടിയെടുക്കണം. അപ്പം ഞാനിത് ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഞാനിത് കിഴി കെട്ടാൻ പോവാണ്. നല്ല ചൂടോടുകൂടി കിഴി കെട്ടിയാലേ നന്നാവത്തുള്ളൂ. അപ്പോൾ വാട്ടിയ വാഴയില ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ മറ്റൊരു വാഴയിലയും കൂടി ഇതുപോലെ വെച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളുടെ ഈ കപ്പയും ബീഫും ഉള്ള മിക്സിങ് നമുക്കിതിലേക്ക് വയ്ക്കാം. ഇത്രയും മതിയാവും. ഒരാളിന് കഴിക്കാനുള്ളത് നമ്മൾ ഇതുപോലെ കെട്ടിയാൽ മതി കേട്ടോ. കുറച്ച് കൂടെ പൈസമേ കഴിക്കുന്നവർ സന്തോഷമായിട്ട് കഴിക്കട്ടെ. ഇതല്ലാതെ തന്നെ കഴിക്കുന്നവർക്ക് ഇച്ചിരി സന്തോഷം കൂടുതലാണ് കേട്ടോ. മതി. ഇനി എന്താണ് ഇതിൻ്റെ മുകളിൽ? ഇനി നമുക്ക് ആദ്യം തന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. വെള്ളം ചൂടായതുകൊണ്ട് ഇങ്ങനെ നമ്മളൊന്ന് ഇട്ട് കൊടുക്കണം. പിന്നെ കുറച്ച് സവോള നമ്മൾ സ്ലൈസ് ചെയ്തേന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഈ വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്നട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം. ബിരിയാണി തന്നെയല്ലേ? പിന്നെന്തിടും, നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന സവോള ഉണ്ടല്ലോ, അത് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങളൊക്കെ ഉണ്ടാക്കുമായിരിക്കും. ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നോക്കിയിട്ട് എനിക്ക് റിപ്ലൈ തരണം. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം. ഷെയർ ചെയ്താൽ മാത്രമേ ഇത് മറ്റുള്ളവരിലേക്കൊക്കെ എത്തത്തുള്ളൂ. അപ്പം ഇതിനി നമ്മൾ ഒന്ന് കിഴി കെട്ടിയെടുക്കും. കിഴി കെട്ടിയിട്ട് തവയിൽ വെച്ച് ഒന്ന് ചൂടാക്കിയെടുക്കും. അപ്പം സിമ്പിളല്ലേ ഇത്. അപ്പം നമ്മളുടെ സലു കിച്ചൻ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈസി റെസിപ്പികൾക്കായി സലു കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. സമി, ഇതെന്ത് പാത്രം? ഇത് നമ്മൾ ഇരുമ്പിന്റെ ഒരു പാൻ വെച്ചിരിക്കുകയാണ്. അത് നമ്മൾ കിഴി കെട്ടിയത് ഇതിൽ വെച്ച് ഒന്ന് ചൂടാക്കി. ഫ്ലാറ്റ് ആയിട്ടുള്ള ഒന്നിലല്ലേ നീ വെക്കുക? ഞാനിപ്പോ ഇതിലാണ് ചെയ്യണത്. അപ്പൊ ഇത് ചൂടായെന്നറിയാം. നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. നമ്മൾ ഈ കിഴി റെഡിയാക്കിയില്ലേ, അത് ഇതിലേക്ക് വെച്ചു കൊടുക്കാം. അപ്പൊ ഈ ഒരു പാനിൽ 2 കിഴി നിൽക്കും. ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് നമ്മളിത് തിരിച്ച് ചൂടാക്കിയെടുക്കും. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് ഈ വാഴയില തുറക്കുമ്പോൾ ഉണ്ടല്ലോ, എൻ്റെ അമ്പോ, അപ്പുറത്ത് അയൽവക്കക്കാർക്കൊക്കെ പ്രശ്നമാവുമല്ലോ. അടിപൊളി മണമായിരിക്കും. അപ്പം നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം ഞാൻ ഇതുപോലെ തിരിച്ചും മറിച്ചും വെച്ച് ഇത് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അപ്പം സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റുവാണ്. ഞാനിനി ഇത് കഴിക്കാൻ പോവാണ്. അടിപൊളി മണം വരുവാണ് കേട്ടോ. ആ വാഴയിലയുടെയും വാട്ടിയ വാഴയിലയുടെയും പിന്നെ നമ്മുടെ കപ്പയും ബീഫും ഒക്കെ ചേർന്ന് ഞാൻ ഇത് കഴിക്കാൻ പോവാണ്. നമ്മൾ കഴിക്കുന്നതിന് മുമ്പ് ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ. കുഴച്ചെടുത്തിട്ട് ഇച്ചിരി ബീഫും ഈ ഒരു കപ്പയും ചേർത്തതാ. ശരിക്ക് ചുറ്റുള്ള ഒന്നും കണ്ടൂടാ. ഇതാണ് എല്ലുള്ള പീസ് വേണമെന്ന് പറയണത്. കൊതിവിടെന്നാ അല്ല, എനിക്ക് ക്യാമറ ഷെയ്ക്ക് ആവുന്നുണ്ടോ? പണ്ടുള്ളവർ പറയത്തില്ലേ, കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കുന്നതിന് മുമ്പ് തള്ളമാർ ആഹാരം കഴിച്ചിരിക്കണം എന്ന് പറയും. എന്ന് പറയുന്ന കാര്യം ആദ്യം നമ്മൾ ക്യാമറമാൻ ആഹാരം കൊടുത്തിട്ടേ നമുക്ക് കഴിക്കാതിരിക്കാവൂ. കേട്ടോ, കിടുക്കോച്ചി ബിരിയാണി കേട്ടോ. ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയുന്നേട്ടോ. ഞാൻ ഇനി പറ്റൂല, എൻ്റെ കൺട്രോൾ പോവാണ്. ഞാൻ നിർത്താൻ പോവാണ്.